ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബാംബു ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബാംബു ചിക്കൻ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തിരുമ്മി ചേർത്ത് കൊടുക്കണം. മസാല ഞാൻ നല്ലതുപോലെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ചിക്കനിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. സവോള എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടൂല. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. അതിന് വെള്ളക്കാന്താരി എന്ന് പറയും. നല്ല എരിവുള്ള ഒരു മുളകാണ് ഈ വെള്ളക്കാന്താരി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടികല്ലിലിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പിന്നെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ഈ നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നതിനൊക്കെ നല്ലത് ഇതിലേക്ക് തന്നെ ഇട്ട് ഇടിച്ചെടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ഇടിച്ചെടുക്കാം. ഞാൻ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകൊക്കെ നല്ലതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇതിന്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് ചതച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ തിരുമ്മി ഇനി ചേർത്ത് കൊടുക്കാം. ഈ ബാംബു ചിക്കൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മുള എടുത്തിട്ടുണ്ട്. ഈ മുളയുടെ കുത്തി, അതായത് മുളയുടെ അടിവശമാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നല്ല പച്ചയല്ല, കുറച്ച് ഉണങ്ങി തുടങ്ങിയ മുളയാണിത്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് നിറയ്ക്കാം. അപ്പൊ ഞാനിതൊന്ന് പൊളർന്നിട്ട് 2 വശം ഒന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മള് മുളയുടെ ചുവടുവശം എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അടിഭാഗം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അടിഭാഗത്തിന് വിട്ട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മളിത് 2ആയിട്ട് പൊളന്നിട്ട് ഇച്ചിരി സൈഡ് 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കമ്പി ഇട്ട് കെട്ടുവാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നിറയ്ക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടാം. കുറേശ്ശെ ആയിട്ട് ഇടണം. എന്നിട്ട് ഇതുപോലെ ഒരു കമ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഇടിച്ചിറക്കണം. എങ്കിലാണ് ഇത്രയും ചിക്കൻ ഇതിൽ കൊള്ളുകയുള്ളൂ. നല്ലതുപോലെ ഇതില് അമക്കി വെക്കണേ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ ഇതിലേക്ക് ഇടാം. എന്നിട്ട് വീണ്ടും ഈ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിറക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇടിച്ചിടിച്ച് ചേർക്കണം. ഞാൻ ചിക്കൻ ഈ മുളയ്ക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡിൽ കൂടെ ഫില്ല് ചെയ്തു. എന്നിട്ട് 2 സൈഡ് ഞാൻ അടച്ചു. നമുക്കിത് കനലിലിട്ട് ചുട്ടെടുക്കാം. കനലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം.
മുള ഇതിലേക്ക് വച്ചിട്ട് അതിന്റെ മേളിലേക്ക് കുറച്ച് വിറകും ചൂട്ടും ഒക്കെ വച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് കത്തിപ്പിടിക്കണം അത്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. എടുത്ത് വാഴയിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് തണുത്തിട്ട് അഴിച്ചു മാറ്റാം. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല മസാലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതൊരു ഇലയിലോട്ട് മാറ്റാം കേട്ടോ. ഒരു കിടിലൻ ബാംബു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചു. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ മറ്റു റെസിപ്പികളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. ടേക്ക് കെയർ.